അപ്പൊ നിനക്ക് ചോദിക്കായിരുന്നല്ലേടി എവിടേക്കാ പോണെന്ന് പറഞ്ഞില്ലാണോ? ഇതൊക്കെ നിന്റെ കുഴപ്പമാണ്. ആലാപിനെ ഞാൻ അവരെ പറയൂ. ഇനി ഞാൻ എവിടെ പോയിട്ടാണ് ഈ ക്ലീറ്റസിനെ അന്വേഷിക്കുന്നത്? നീ അത് പറ. ഞാൻ വരാം, നീ ഫോൺ കട്ട് ചെയ്തോ. ഓരോ പുലിമാലുകൾ ഉണ്ടാക്കി വെച്ചിട്ട് തലക്ക് വെളിവില്ലല്ലോ. വന്നിരുന്നാ തുടങ്ങും ക്ലീറ്റസ്. ഇത് വായിക്കാൻ സമ്മതിക്കൂല. ഇതാ അടുത്തത് പുതിയ കേസ്. എന്താണ് പുതിയത്? സംഘത്തിന്റെ പരാതി. ക്ലീറ്റസിനെ വീട്ടിൽ നിന്ന് കാണാനില്ല. അവിടെ ആ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവളെയും കാണാനില്ല. ഇവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടിയെന്നപ്പോൾ അവള് പറയണത്. അവൻ്റെ കൂടെ ഒളിച്ചോടുവോ? അവനൊന്ന് വിളിച്ചു നോക്കിയാ നീ? അവനെ വിളിച്ചു നോക്കി കിട്ടണില്ലാന്ന്. അവളുടെ നമ്പർ ഉണ്ടോ? അവളുടെ നമ്പർ എൻ്റെ അടുത്തില്ല. അവളുടെ നമ്പർ എൻ്റെ അടുത്തില്ലടോ. പിന്നെ ഇവര് എവിടെ പോകാനാണിത്? അപ്പൊ ഇവരോടൊന്നും പറഞ്ഞില്ലേ രണ്ടുപേരും എവിടെ പോണേന്ന്? ചിലപ്പോ വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് പോയതായിരിക്കും. അവൻ എവിടേക്കാ പോകുന്നത് അവള് ചോദിച്ചു അത്രേ. അപ്പോൾ അത് പറയാൻ സൗകര്യമില്ല എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇൻഷർട്ട് ഇതൊക്കെയാണോ പോയേക്കണ? കനക, ഇവൻ തങ്കത്തിനെ പ്രേമിച്ച് വിളിച്ചുകൊണ്ട് പോയവനല്ലേ? ഇവൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവോട്ടാ. ചുമ്മാ നീ. എടാ ഞാൻ വെറുതെ പറയണല്ലേ, ഇങ്ങനെ പ്രേമത്തിന്റെ അസ്കിതയുള്ളവന്മാർ ആരെ കണ്ടാലും പ്രേമിക്കും. വിളിച്ചാ പോവുമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഇവന്റെയൊക്കെ കുളിര് മാറി കിടക്കല്ലേ. എടാ ആ പെൺകുട്ടി കുറച്ച് വകതിരിവൊക്കെ ഉള്ളതാണ്. അവൾ അങ്ങനെ ചെയ്യൂല. അവൾക്ക് അത്ര വകതിരിവ് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നല്ല. എല്ലാവരോടുള്ള ഒരു പെരുമാറ്റം റോങ് ആയിരുന്നു. എടാ റോങ് ഒന്നുമല്ലത്. അത് അവള് സോഷ്യലായിട്ട് പെരുമാറുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു വിഷയമില്ല. എന്ത് സോഷ്യൽ? ഇത് അമേരിക്കയായിട്ടാണ്. ഇപ്പൊ ക്ലീറ്റസിന് ഒരു പണിയില്ല. അവൻ ഫുൾ ടൈം അവിടെ ഉണ്ടായതുകൊണ്ട് അവൻ കൊണ്ടുപോയി. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരും കൊണ്ടുപോകും. അതൊക്കെ ആ സൈസ് സാധനങ്ങളാണ്. എനിക്കറിയാതെ കണ്ടപ്പോഴേ തോന്നിയാണ്. ഞാൻ പിന്നെ നിന്നോട് പറഞ്ഞ അങ്ങനെ നിന്റെ ബന്ധുവാണ്, അമ്മാവും കൊണ്ടുവന്നൊക്കെയാണ്. ഇത് സംശയിക്കാനൊന്നുമില്ല. സംഘം പാറാവറന്തലായി. ഈ അമ്മാവൻ ഓരോ കുരിശുകളായിട്ട് വരുന്നതാണ്. എന്തൊരു കഷ്ടപ്പാടാന്ന് എനിക്കറിഞ്ഞു. എന്തിനാണ് നീ ഇയാൾ കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് കണ്ണും പൂട്ടി അമ്മാവനാണെങ്കിൽ ഇമ്മാവനാന്നും പറഞ്ഞ് 5-6 സെന്റ് സ്ഥലവുമുണ്ട്. അയാൾ പറയണ എല്ലാം കേൾക്കുകയും ചെയ്യും. ഇനിയിപ്പോ ഞാൻ എവിടെ പോയിട്ട് ഈ ക്ലീറ്റസിനെ അന്വേഷിക്കും? എവിടെ പോയിട്ട് അന്വേഷിക്കാൻ? അവൻ വേറെ വീട് മാടൊക്കെ എടുത്ത് താമസിക്കണ്ടാവും. നീ ഇവർക്ക് ചെലവിന് കൊടുക്കാൻ നോക്ക്. അന്വേഷിക്കാൻ നടക്കണം. എന്നാലും അവള് ക്ലീറ്റസിനെ അടിച്ചോണ്ട് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ല എനിക്ക് അഴകേശനെയായിരുന്നു സംശയം. ഏത് സമയവും രണ്ടും കൂടെ മുറിയിൽ ഇരിപ്പ. പിന്നെ എനിക്ക് അതല്ല പ്രായം. എന്റെ സംശയം മുഴുവൻ ജമന്തി പറഞ്ഞ പോലെ കനകനായിരുന്നു. ജമന്തി എപ്പോഴും പറയായിരുന്നു ഇവര് തമ്മിൽ അടുപ്പാണ്. അങ്ങനെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവസാനം ക്ലീറ്റസിനെ കൊണ്ടാണ് പോയി. ഭയങ്കര ബുദ്ധിശാലി അവള്. അല്ല ഇതവളല്ലേ ക്ലീറ്റന്റെ ബുദ്ധിയാ. ഇങ്ങനെയൊക്കെ എന്നെ ഞാൻ ആലോചിക്കണത് ആ പെൺകൊച്ചിന് വല്ല പ്രാന്തണ്ടാന്നാണ്. ലോകത്ത് ആരെങ്കിലും അമ്മാവ് ഇവന്റെ ഒക്കെ പുറകെ ഇറങ്ങി പോവോ? ഇതേ ഇറങ്ങിപ്പോയ ഒരെണ്ണമാണ് ഒരു ട്രോഫി ആയിട്ടായിരിക്കണത്. ഇതിങ്ങനെ വരുമെന്ന് എനിക്കറിയായിരുന്നടോ. ഇത് ആദ്യം എനിക്കറിയായിരുന്നു. ഇതിങ്ങനെയൊക്കെ തന്നെ സംഭവിക്കൂ. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവന്മാര് മുഴുവൻ അങ്ങനെയാണ്. കുറെ കഴിയുമ്പോ പെണ്ണുങ്ങളെ കിട്ടിയിട്ട് അവരവരെ ഒഴിക്കാണ് പോകും. എന്റെ പൊന്നു തങ്കം, നീ കരയാതെ. കുറെ നാള് കൊണ്ട് കിടന്നിട്ട് അവൻ തിരിച്ച് നിന്റെ അടുത്തോട്ട് തന്നെ വരും. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏട്ടാ ഒന്ന് പോയി അന്വേഷിക്കേട്ടാ. ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കാനാണ്? നീ ഒന്ന് വിളിച്ചു നോക്കടാ. വിളിക്കണ്ട പോക്കോട്ടെ. എന്തോ പറയാനാ. പണ്ടേ ഹവീൽദാർ ഇതുപോലെ ഒരു ചാട്ടം ചാടാൻ നോക്കിയതാണ്. ഞാൻ വരച്ച വരയിൽ നിർത്തിക്കാന്ന്. പിന്നെ അല്ലാതെ അതല്ലെന്ന് പെണ്ണുങ്ങൾക്ക് കുറച്ച് സാമർത്ഥ്യം വേണം. എവിടെ അങ്ങനെ വിട്ട് കളഞ്ഞിട്ട് തന്നെയാണ് ഇതുണ്ടായത്. ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതേടാ ഞാൻ വിളിച്ചു, പക്ഷെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എന്നാ അവളെ വിളിച്ചൂടെ? അവളെ എന്നെ വിളിച്ചല്ലോ. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ട് പറഞ്ഞു ക്ലീറ്റസിനെ എനിക്ക് ആക്കണ്ട, അവനെ കുറിച്ച് പേടിക്കണ്ട, ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അവരൊരുമിച്ചുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ കാത്തിരിക്കണം? പോയി കിടക്കാൻ നോക്കമ്മ. കനക നേരെ ഉത്തര ഇനി കിട്ടിയിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണല്ലോ കേട്ടോ. അയ്യോ കരയല്ലേ, ഞാൻ എങ്ങനെ കൊണ്ടുവന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? രണ്ടുപേരും കൂടി പിടിച്ച് കെട്ടിച്ചു വിടും, അല്ലെങ്കിൽ 3-4 കൊടുക്കണ്ട, ബാക്കിയുള്ളവരും കൂടി പോട്ടെ. ആദ്യം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ നോക്ക്. അതിലൊന്നും കാര്യമില്ല അമ്മ. അവര് പ്രായപൂർത്തിയായതാണ്, അവർ ഒന്നിച്ച് വിടുള്ളൂ. എന്നാലും ഇതിനൊക്കെ കാരണം ഞാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴൊരു വിഷമം.
അയ്യോ വന്നിട്ടുണ്ടോ കനക കൊല്ലടാ അയ്യോ ഞാൻ എനിക്ക് ജീവിക്കണ്ട കനക കൊല്ല കനക എനിക്കിത് കാണാൻ പറ്റില്ല എന്താ സാക്ഷിനെ കൊണ്ടുവന്നേക്കണ എനിക്ക് വയ്യടാ. സാക്ഷിയോ? സാക്ഷി ഒന്നുമില്ല. അളിയാ നിങ്ങൾ എവിടെ ഇത്ര നേരം? അല്ല അവിടെ നിൽക്കട്ടെ. ഇതാരാണെന്ന് ആർക്കെങ്കിലും പറയാമോ? അമ്മ വന്ന് നോക്കേ. ഇല്ല. അമ്മയ്ക്കോ മനസ്സിലായില്ല? എന്റെ അമ്മ ഇതെന്റെ ഹസ്ബൻഡ് പ്രവീണേട്ടൻ. ആ എന്റെടാ നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നില്ല. എടാ നീ ഒച്ചായിരിക്കുമ്പോ കണ്ടതല്ലടാ, പിന്നെ അച്ഛൻ ഫോണിൽ കൂടെ വിളിച്ചുള്ള പരിചയമല്ലേ ഉള്ളൂ. ഞാനിപ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അവന്റെ കാർ എടുത്ത് നേരെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നു. ഞാനേ പാർട്ടിയുടെ ഒരു മീറ്റിംഗിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് കൊച്ചിന്റെ ഫോൺ വേർന്ന് ക്ലീറ്റ് വെച്ചിട്ട് ഉടനെ വന്നേ പറ്റുള്ളൂ. കനകനെ വിളിച്ചിട്ട് കിട്ടല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, നേരെ അവരെ കൂടെ അങ്ങ് കൂടി. ഞാൻ കനകൻ ചേട്ടനെ വിളിച്ചിരുന്നതാ, ചേട്ടൻ ഫോൺ എടുത്തില്ല, അതാ ഞാൻ ചേട്ടനെ വിളിച്ചേ. നീ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എന്നും പറഞ്ഞാണ് അവള് ഈ പരാതിപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കണത്. ഓ അതെ, ഫോൺ എടുക്കാത്തതിന് വേറെ കാര്യമുണ്ട്. ഞങ്ങളിങ്ങനെ കോവളം, വേളി, ശംഖുമുഖം, മാക്കുളം, മ്യൂസിയം ഒക്കെ കറങ്ങി നേരെ കടലിൽ എന്റെ ഫോൺ വെള്ളത്തിൽ പോയി. അത് മരിച്ചു. പിന്നെ എനിക്ക് സമാധാനമായിട്ട് പുതിയ ഫോൺ ഓഫർ ചെയ്തിട്ടുണ്ട്. അനക്ക് സമാധാനം. നേരത്തിന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നതാണേ, അത് ഈ നേരായിട്ടും കാണാത്തോണ്ടാ അവളിങ്ങനെ രക്ഷപ്പെട്ടത്. ഞാൻ അമ്മാവനെ വിളിച്ച് പറഞ്ഞു ചേട്ടൻ കൂടെ ഉണ്ട്, ഞങ്ങൾ ഉണ്ടിട്ടേ വരുവുള്ളൂന്ന്. ഒരുമിച്ച് ഉണ്ടൂന്നാണോ പറഞ്ഞേ? ആ പിന്നെ അല്ലാതെ. അത് ശരി. ആ പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, പ്രവീണിന് 10 ദിവസം ലീവേ ഉള്ളൂ. അതുകൊണ്ട് ഇവളെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങ് വിടാന്ന്. കാരണം ഇവർക്ക് പോയിട്ട് ഇനി ഇവരൊക്കെ ടൂർ ഉണ്ടെന്ന്. എന്റെ പൊന്നു മക്കളെ 2 ദിവസം നിന്നിട്ടൊക്കെ പോവാ. ഇല്ല അയ്യോ പോണമ്മ. പിന്നെ വല്ല വെള്ളം ചായ വെള്ളം നേരം കുടിക്കാം. ബാ, തങ്ങ്. ഇടയ്ക്കിടയ്ക്ക് എന്താ കുന്തം പണിക്കാണ് നിൽക്കണത്? ഇരിക്ക് പ്രവീണേ. കേറ്. അതാരാണാവോ? പടച്ചോനോർത്ത് എടുക്കണ്ട അമ്മാവ. ഇനി ഇതുപോലെ ആരെങ്കിലും ഒക്കെ വിളിച്ചോണ്ടെന്ന് നിർത്താനാണ്. അതിനെന്താണ്? വേണ്ടാന്നേ. നല്ലതല്ലേ? അതെ നല്ലതല്ലേ.